ഹായ് ഓൾ. നമ്മൾ ഇന്ന് പറഞ്ഞു വരാൻ പോകുന്നത് മെയിനായിട്ട് ഈ പറഞ്ഞു വന്ന ഇന്ത്യൻ നേവിയിൽ നമുക്ക് ഈ പറഞ്ഞു വന്ന ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിടെക്കുകാർക്ക് അവിടെ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ്. അത് ചെറിയൊരു പോസ്റ്റല്ല, വളരെ വലിയൊരു പോസ്റ്റാണ്. നമുക്ക് നല്ല സാലറിയും ഈ പറഞ്ഞു വന്ന എല്ലാ ബിടെക്കുകാർക്കും അപ്ലൈ ആവുന്നതാണിത്. 60% മാർക്കാണ് ഇതിന് വേണ്ടത്. ഇത് ആക്ച്വലി പറഞ്ഞാൽ 60% മാർക്കാണ് വേണ്ടത്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞു വന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണുള്ളത്. 60 സീറ്റ്സോളം ഉണ്ട്. അത് 2001 to 2006 വരെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത്. അടുത്തത് പൈലറ്റായിട്ടാണ് അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത്. നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ, എയർ ട്രാഫിക് കൺട്രോളർ, ഈ പറഞ്ഞ മൂന്നിലേക്കും വിളിച്ചിട്ടുണ്ട്. 26, 22, 18 ഈ പറഞ്ഞ വേക്കൻസീസ് ഉള്ളത് ഓരോന്നിലും. പൈലറ്റായിട്ടൊക്കെ നമുക്ക് ഈ എൻജിനീയറിംഗ് കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു വലിയ ഓപ്ഷനാണിത്. അത് അതിലേക്ക് മെന്നിലെയും മുകളിലും വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏജ് വരേണ്ടത് 2002 തൊട്ട് 2007 വരെയാണ് എല്ലാ കേസിലും വന്നിരിക്കുന്നത്. ഈ പറഞ്ഞു വന്ന എയർ ട്രാഫിക് കൺട്രോളറിൽ മാത്രം 2001 to 2005 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ലോജിസ്റ്റിക്സിലും ബിടെക്കും ബിയിലും എല്ലാ ഡിസിപ്ലിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടാകണം. അവിടെയും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വന്ന 2 ജനുവരി to 2006 വരെയാണ്. അടുത്ത എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 60% മാർക്കിൻ MSc പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബിടെക്കും പറയുന്നുണ്ട് 60%. ഓക്കെ അല്ലേ? അവിടെ 7ഉം 8ഉം ആണ് ഓപ്ഷൻസ് വന്നേക്കുന്നത്. അവിടെയും 2001 to 2005 ആണ് മാർക്ക് പറയുന്നത്. MTechകാർക്കും പറയുന്നുണ്ട്. അതുകൊണ്ട് 1999 to 2005 വരെ ജനിച്ചവർക്കായിരിക്കും പറയുന്ന ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അടുത്ത പറയുന്നത് എൻജിനീയറിംഗ് ബ്രാഞ്ചാണ്. എൻജിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കലുണ്ട്, മറൈനുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, എയറോനോട്ടിക്കലുണ്ട്, ഇൻഡസ്ട്രിയലുണ്ട്. അത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൻ്റെയും പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അങ്ങനെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ബ്രാഞ്ച്, എയറോസ്പേസ്, ഓട്ടോമൊബൈൽ, മെറ്റൽ എനർജി, മെക്കാനിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇതെല്ലാം വരുന്നുണ്ട്. അടുത്തതും വരുന്നുണ്ട് നമ്മുടെ ഈ പറഞ്ഞ നേവൽ കൺസ്ട്രക്ഷൻ, അതിലും വരുന്നുണ്ട്. അതിലെല്ലാം സീറ്റ്സ് വരുന്നത് 18, 45, 38 എന്നുള്ള രീതിയിലൊക്കെയാണ്. അവിടെയും 2001 to 2006 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. ഇവിടെ നമുക്ക് സബ്മറൈനിലും ഉണ്ട്, റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ്, മെർച്ചൻ്റ് നേവി പേഴ്സണൽ, ഇങ്ങനെയുള്ള ഓപ്ഷനിലൊക്കെയാണ് നമ്മുടെ ജോബ് വരുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ ഇവർ വിളിക്കുന്നത് അവിടെ പരീക്ഷകളല്ല, നമ്മുടെ SSB എന്നുള്ള ഓപ്ഷൻസാണ് വരുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. അതിൻ്റെ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റിത്തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞു വന്ന ട്രെയിനിങ്ങിൽ നമുക്ക് ശരിക്കും അലവൻസ് ഒരു 31,000 വരെ ഉണ്ടാവും. അതിനുശേഷം ഈ പറഞ്ഞു വന്ന നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ പറഞ്ഞു വരുന്ന നമ്മുടെ 1,10,000 വരെ അപ്രോക്സിമേറ്റ്ലി സാലറി വരുന്നുണ്ട്. അതും കൂടെ അലവൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞു വന്ന ഫോം നമ്മൾ നേവിയുടെ ഇതിൽ തന്നെ വെബ്സൈറ്റിൽ കയറി നമ്മൾ ഫില്ല് ചെയ്യണം. കൂടെ വേണ്ടത് ഈ പറഞ്ഞു വന്ന SSBക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അത് S6 മുതലുള്ള കുട്ടികൾക്ക്, S6 മുതൽ S8കാർക്കും എല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. S6കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് ഈ പറഞ്ഞു വന്ന എലിജിബിൾ ആകുന്ന SSB എന്ന് പറഞ്ഞ പ്രൊസീജിയർ വെച്ചിട്ടായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതിയോ. വി ക്യാൻ ഡു ദാറ്റ് തിങ്സ്. അപ്പം എനിവേ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. മേക്ക് ദം ഹാപ്പൺ എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ ചെയ്യാതെ നമുക്ക് പറ്റുന്നേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.